ദാമ്പത്യം. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 73. ഈശ്വര, അവൾ ഉറങ്ങിക്കാണുമോ? നെക്ടയെക്കുറിച്ച് ലൂസാക്കി അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ആദി തൻ്റെ മുറിയുടെ പാതി ചാരിയിട്ടിരിക്കുന്ന വാതിലിനിടയിലൂടെ തലയിട്ട് അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയത്. അപ്പോൾ അവൻ കണ്ടു ദേവികയുടെ ഭിത്തിയുടെ നേരെ തിരിഞ്ഞു കിടക്കുന്നത്. ഈശ്വര, കാത്തു! അവൾ ഉറങ്ങിയില്ലെന്ന് കരുതി മെല്ലെ ഡോർ തുറന്ന് ഒരു കള്ളനെ പോലെ അകത്തേക്ക് കയറിയവൻ. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ വാതിലകത്തു നിന്നും അടച്ചു കുറ്റിയിട്ടു. ശേഷം പതുങ്ങി പതുങ്ങി കബോർഡിനരികിലേക്ക് ചെന്നു. കുളിച്ചിട്ട് ഇട്ടുമാറുവാനുള്ള തുണി കയ്യിലേക്കെടുത്ത് കമഴ്ന്നു കിടക്കുന്ന ദേവികയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അതീവ ശ്രദ്ധയോടെ അവൻ ബാത്റൂമിലേക്ക് കയറി. ആദ്യം തന്നെ പല്ലുതേക്കൽ മാമാങ്കമാണ് ആദ്യം വൃത്തിയായിട്ട് നടത്തിയത്. വായിൽ നിന്നും മദ്യത്തിൻ്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ഒരു 100 വട്ടം അവൻ പരിശോധിക്കുകയും ചെയ്തു. സാധാരണ എത്ര പാതിരാത്രിയാണേലും നോക്കിയിരിക്കുന്ന ആളാ. എന്തു പറ്റിയോ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോവാൻ? 1000 ചോദ്യങ്ങൾ ഉള്ളിൽ ചോദിച്ചുകൊണ്ടാണ് പിന്നീട് അവൻ ഇട്ടിരുന്ന തുണി അഴിച്ച് ബിന്നിലേക്ക് ഇട്ടതും കുളിക്കുവാനായി ഷവർ ഓൺ ചെയ്ത് അതിനിടയിലേക്ക് പോയി നിന്നതുമൊക്കെ. എന്തായാലും പെണ്ണ് കയറി കിടന്ന് ഉറങ്ങിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ താമസിച്ച് വന്നതിനും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനും എല്ലാം കൂടി ഞാൻ വലിയൊരു പിഴ അടയ്ക്കേണ്ടി വന്നേനെ. അത് പിന്നെ സഹിക്കാം. വല്ല ബ്ലോയിങ് ടെസ്റ്റ് നടത്തിയാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പിറുപിറുത്തുകൊണ്ട് അവൻ മെല്ലെ കുളിച്ചു തുടങ്ങി. ഈശ്വര, ഇനി ഇന്നത്തെ പോലെ പിണങ്ങി മിണ്ടാതെ കിടക്കുവാണോ? പൊടുന്നനെ അത് ഓർമ്മയിൽ വന്നതും അവനിൽ പെട്ടെന്നൊരു വെപ്രാളം നിറഞ്ഞു. ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും തോന്നാത്തൊരു വെപ്രാളം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. യാന്ത്രികമായി തന്നെ ചെക്കൻ്റെ കുളി പതിവിലും വേഗത്തിലായി. എന്നിട്ട് തുണി ഉടുത്തു മാറി ധൃതിയിൽ ആദ്യം മുറിയിലേക്ക് നടന്നു. അവൻ പോലും അറിയാതെ അവനിൽ വരുന്ന മാറ്റങ്ങൾ. വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയില്ല. അതിനു മുൻപേ തന്നെ മഹർഷി കണ്ടു കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന ദേവികയെ. തന്നെ ഉറ്റുനോക്കുന്ന ആ മുഖം ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ട്. കണ്ണുകളിൽ തന്നെ എരിയിക്കാൻ പോകുന്ന തീയാണ്. ഇതിപ്പോൾ എന്തിനാ? വൈകി വന്നതിനോ അതോ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനോ? പേടിയോടെ അവൻ പെണ്ണിനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. ആ നോട്ടം ഇപ്പോഴും ഇടപെടവില്ലാതെ തൻ്റെ മുഖത്തേക്ക് മാത്രമാണ്. അത് പിന്നെ കുറച്ച് ഫയൽസ് നോക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി തീർന്നപ്പോഴേക്കും ലേറ്റായി. ഉണങ്ങിയ ടവല് കൊണ്ട് മുടി ഒന്നും കൂടി തോർത്തിയിട്ട് അവൻ അതൊരു ചെയറിലേക്ക് വിരിച്ചിട്ടു. പക്ഷെ ദേവികയുടെ നോട്ടത്തിനും ഇരിപ്പിനും ഒരു മാറ്റവുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ ദേവികെ? പെണ്ണിൻ്റെ നോട്ടവും ഇരിപ്പും പന്തിയല്ലെന്ന് കണ്ടതും അവനൊരു സമാധാന ചർച്ചയ്ക്ക് തുടക്കിയിട്ടു. എന്നിട്ട് അവളുടെ കണ്ണുകളിലെ കനലുകൾ കെട്ടിട്ടില്ലെന്ന് ഉറപ്പായതും ആദ്യം ഇനി എന്താണ് പറയേണ്ടതെന്നറിയാതെ കുഴങ്ങിപ്പോയി. ജിത്തു ഉണ്ടായിരുന്നു കൂടെ. അവനും ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് ചെക്കൻ മെല്ലെ കട്ടിലിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ വെച്ചു കൊടുത്തു. നീ കിടക്കുന്നില്ലേ ദേവികെ? ഇനിയും സംസാരിക്കാൻ പോയാൽ ഇപ്പോഴുള്ള സമാധാനം അന്തരീക്ഷം താറുമാറാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മഹർഷി മെല്ലെ ബെഡിലേക്ക് നിരങ്ങി ഇറങ്ങി മലർന്നു കിടന്നു. എങ്കിലും ചെക്കൻ്റെ കണ്ണുകൾ പരൽമീനിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ദേവികയുടെ നേർക്ക് പാളി. സേവിയർ ഉണ്ടോ അതോ ജീവനോടെ വെച്ചിട്ടുണ്ടോ? കള്ളയുറക്കം നടിച്ചു കിടന്നവൻ അവളുടെ ആ ഒറ്റ ചോദ്യത്തിൽ ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റിരുന്നു പോയി. സേവിയറോ? അതാരാ? മുഖത്തെ ഞെട്ടൽ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ആ നേരം കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. എന്തേ, ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതോ പറഞ്ഞത് മനസ്സിലായില്ലെന്നാണോ? പെണ്ണിൻ്റെ ചോദ്യം ഉച്ചത്തിലായി. നീ നീ ഇതെന്തൊക്കെയാ ദേവി പറയണേ? ഏത് സേവ്യർ? എവിടുത്തെ സേവ്യർ? ഞാനെന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? ആദ്യം ഇരുന്നിടത്ത് നിന്നും അവൾ കരികിലേക്ക് ഇത്തിരി നീങ്ങിയിരുന്നുകൊണ്ട് ചോദിച്ചു, ഒട്ടൊരു വെപ്രാളത്തോടെ. ഞാൻ കേട്ടു. അഭിയേട്ടനോട് സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. എന്നോട് വെറുതെ കള്ളം പറയാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒച്ച ഉയർത്തിയില്ലെങ്കിലും അവളുടെ ശബ്ദം വളരെ മൂർച്ചയുള്ളതായിരുന്നു. ഇത്രയും നാൾ കാവുമ്പാട്ട ആദിയുടെ മുൻപിൽ മുട്ടുവിറച്ച് നിന്നവളുടെ വേറിട്ട ഒരു ഭാവം. അവളുടെ സംസാരത്തിൽ ആദ്യം ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി. അവൾക്ക് എന്തു മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. പെണ്ണെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇതുവരെയും കാവുമ്പാട്ട ആദിക്ക് ആരെയും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷെ ഇവക്ക് മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നു.
ദേവികയെ എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ആദ്യേട്ടൻ ഇതെന്ത് വിചാരിച്ചാണെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നുള്ള ബോധം പോലും ആദ്യേട്ടന് ഇല്ലാണ്ടായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യേട്ടൻ്റെ ചൂട് തട്ടാതെ ഈ കുഞ്ഞ് ഇത്രയും നാളുകളായിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടോ? അച്ഛ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ച് ഇത്ര നേരം ആ പാവ എന്നോട് വഴക്കായിരുന്നു. ഓഫീസിൽ തിരക്കാണെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇതിപ്പോൾ അങ്ങനെയാണോ? പോരാത്തതിന് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്രയും നാൾ നടന്നതുപോലെയാണോ ഇപ്പോൾ? വീട്ടിലിരിക്കുന്നവർക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവും. ദേഷ്യം കൊണ്ട് പെണ്ണിനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ? കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി ചെക്കൻ ഇതിടയിൽ ഒന്ന് ശ്രമിച്ചു നോക്കി. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മനുഷ്യനെ ഇത്രയും നേരം തീ തീറ്റിപ്പിച്ചിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് വരുന്നു, അതും മൂക്കുമുട്ട കുടിച്ചിട്ട്. നാണയില്ലല്ലോ. പെണ്ണവൻ്റെ മുഖത്തേക്ക് കാലിപ്പിട്ട് നോക്കി. കുടിച്ചേച്ചോ? പെണ്ണിൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ ആദ്യം ഇല്ലാണ്ടായിപ്പോയി. അവൾ എന്ത് വല്ല ജ്യോതിഷവും പഠിച്ചിട്ടുണ്ടോ? അതോ ഇവക്ക് വല്ല മായവിദ്യ അറിയാവോ? താൻ നല്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത്. സംസാരത്തിൽ ഇഴച്ചിലും ഇല്ല. ബോധത്തോടെയാണ് അവളോട് സംസാരിക്കുന്നത് പോലും. അതുമാത്രമല്ല, വായിൽ നിന്ന് ഒരു ഇത്തിരി നാറ്റം പോലും വരുന്നുമില്ല. പിന്നെങ്ങനെ ഈ പെണ്ണ് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയെടുത്തു? ചെക്കൻ്റെ മുഖം ആ ആലോചനയിൽ തന്നെ മിഴിഞ്ഞു പോയിരുന്നു. എന്നെ നോക്കി പേടിപ്പിക്കണ്ട. 5-6 വർഷം കുടിശീലമുള്ള ഒരുത്തൻ്റെ ഭാര്യയായിരുന്നു ഞാനെന്ന കാര്യം ആദ്യമായിട്ട് മറന്നുപോയോ? അവൻ്റെ മുഖത്തെ സംശയം മനസ്സിലാക്കിയവൾ വെട്ടി തുറന്ന് ചോദിച്ചു. ആദ്യം ഒന്നും മിണ്ടിയില്ല. അവളുടെ സംസാരത്തിൽ കുറ്റബോധം തോന്നി അങ്ങനെ തന്നെ ഇരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല. ഇങ്ങനെ രാത്രി താമസിച്ചെന്ന് വരുന്നത് തന്നെ തെറ്റാണ്. പക്ഷെ പറ്റിപ്പോയി. എന്ത് ചെയ്യാനാ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെണ്ണുങ്ങളെ ഡീല് ചെയ്യുന്ന ഒട്ട് ശീലവും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ? അവൻ നെറ്റിയിൽ കൂടി വിരലുകൾ ഓടിച്ചു കൊണ്ടിരുന്നു. അല്ലേലും അങ്ങനെയാ. ആദ്യമായിട്ട് മാറുമെന്ന് വിചാരിച്ച ഞാനാ പൊട്ടി. ഒന്നും വിശ്വസിക്കരുതായിരുന്നു. പെണ്ണ് അത്രയും കൂടി അവസാനമായിട്ട് പറഞ്ഞിട്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നിർത്തടി. പൊടുന്നനെയാണ് ആദ്യ ബെഡിൽ നിന്നും ചാടിയിറങ്ങി അവൾക്ക് നേരെ ഒച്ചയെടുത്തത്. പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിൽ ദേവികയൊന്ന് ഞെട്ടിപ്പോയി. അവൾ 2 അടി പിന്നോട്ടേക്ക് വീച്ചു പോയി. കുറെ നേരമായല്ലോ നീ കടന്ന് തൊള്ളാൻ തുടങ്ങിയിട്ട്. അവൻ അപ്പോഴേക്കും ചാടി തുള്ളിക്കൊണ്ട് പെണ്ണിന് നേരെ തിരിഞ്ഞിരുന്നു. മിണ്ടാതിരിക്കും തോറും തല കയറിയിരുന്നിറങ്ങുന്നോടി. വലത്തെ പുരിയം പൊക്കി കാട്ടിക്കൊണ്ട് അവളുടെ നേർക്ക് ആദ്യ ചുവടുകൾ വെച്ചു. അവനിലെ ദേഷ്യത്തെ താങ്ങാൻ വയ്യാതെ ദേവിക പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. പെണ്ണിൻ്റെ കൈവിരലുകൾ ഇട്ടിരിക്കുന്ന ചുരിദാറിൽ അമർന്നു. എന്തും സംഭവിക്കാം. ചിലപ്പോൾ തന്നെ അടിക്കുമായിരിക്കും. അടിച്ചോട്ടെ. ഇത്രയും നേരം കാണാതിരുന്നപ്പോഴുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. തല മറന്ന് എണ്ണ തേക്കുകയല്ലേ താനിപ്പോൾ ചെയ്തത്? ഒരു വേള അവളത് പേടിയോടെ ചിന്തിച്ചു പോയി. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. അതനുസരിച്ച് അവളുടെ വർദ്ധിച്ചു വരുന്ന നെഞ്ചിടിപ്പും കൂടി. എന്നിട്ടും കണ്ണു തുറക്കാൻ പേടിച്ച് അവൾ അങ്ങനെ തന്നെ അതേ നിൽപ്പ് തുടർന്നു. പൊടുന്നനെ ദേവികയുടെ പാദങ്ങളിൽ ഒരു തണുപ്പ് പടർന്നു. ഞെട്ടലോടെ കണ്ണു തുറന്ന് താഴേക്ക് നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് വരുന്നത് പോലെ മിഴിഞ്ഞുപോയി. തൻ്റെ കാലെ പിടിച്ചുകൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്ന ആദിയേട്ടൻ. ആദിയേട്ടാ, എന്തായി കാണിക്കുന്നേ? വിട്ടേ ഒന്ന്. അവൾ എത്രയൊക്കെ കെഞ്ചിയിട്ടും അവൻ അങ്ങതേ കടപ്പങ്ങനെ കടന്നു. എൻ്റെ പൊന്നാടാവേ, ഈ ഒരു വട്ടത്തേക്ക് എന്നോടൊന്ന് ക്ഷമിയടി. ഇനി നിൻ്റെ ആദിയേട്ടൻ എന്ന് നേരത്തെ വന്നേക്കാടി. നീ എന്നെ ഈ മുറിയിൽ നിന്ന് അടിച്ചിറക്കല്ലേ ദേവി. പ്ലീസ് ഡി, വഴക്ക് പറയല്ലേ. കാലിൽ പിടിച്ചു കിടന്ന് കരയുന്നവൻ്റെ 18ാമത്തെ അടവ് പെണ്ണിനപ്പോൾ മനസ്സിലായിരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റിട്ടും തനിക്ക് മുഖം തരാതെ നടക്കുന്ന ദേവിയെ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന് ചായ തരുന്നുണ്ട്. പതിവ് പോലെ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഇട്ടു മാറുവാനുള്ള തുണിയൊക്കെ ബെഡിന് മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ട്. മോൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എത്ര ചിന്തിച്ചിട്ടും ആദിക്ക് അതാണ് മനസ്സിലാവാഞ്ഞത്. ചോദിക്കണമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നാലും പെണ്ണിൻ്റെ നിഷ്കളങ്കമായ ആ നോട്ടം കാണുമ്പോൾ ചോദിക്കാനുള്ളതൊക്കെ അവൻ്റെ തൊണ്ടക്കുഴിയിൽ തന്നെ തടഞ്ഞു നിന്നു.
ഇനി അവളുടെ കാലി വീണത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അവൻ്റെ ചിന്തകൾ പിന്നീട് രാത്രിയിലെ സംഭവങ്ങളിലേക്കാണ് പോയത്. ഏയ്, അങ്ങനെ ആയിരിക്കില്ല. ആയിരുന്നെങ്കിൽ രാത്രി അവൾ എന്നെ ബലം പ്രയോഗിച്ച് തറയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കില്ലായിരുന്നു. എൻ്റെ കൂടെ കിടക്കില്ലായിരുന്നു. എന്നോട് സംസാരിക്കില്ലായിരുന്നു. ക്ഷമിച്ചു എന്ന വാക്ക് അവളിൽ നിന്ന് വരില്ലായിരുന്നു. ആദ്യം ഓരോന്നും ഓർത്തെടുത്തു. എങ്കിലും എവിടെയോ ഒരു തകരാറുള്ളതുപോലെ. പഴയതുപോലെ അവൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളിൽ നിന്നും വരുന്ന എന്തോ ഒന്ന് തനിക്കിപ്പോൾ കിട്ടുന്നില്ല. എത്ര തലകുത്തി മറിഞ്ഞു നിന്നുകൊണ്ട് ആലോചിച്ചിട്ടും അതുമാത്രം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആദിയെക്കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവൻ ഓഫീസിലേക്ക് പോയില്ല. വീട്ടിൽ തന്നെ ഇരുന്നു. നാളെ തൊട്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. തത്തയ്ക്കും ദേവിക്കും സ്കൂളിൽ പോയേ പറ്റുകയുള്ളൂ. വീട്ടിലിരിക്കാൻ ആദിയെ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു കാരണവും അതും കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദിയേട്ടാ. അപ്പോഴാണ് ആദിയുടെ ചിന്തകൾക്ക് തടയിട്ടുകൊണ്ട് ദേവിക മുറിയിലേക്ക് കയറി വന്നത്. ബെഡിന് മുകളിൽ വെറുതെ കമഴ്ന്നു കിടന്നവൻ പെണ്ണിൻ്റെ ഒറ്റ വിളിയിൽ തന്നെ ചാടി എഴുന്നേറ്റിരുന്നു കഴിഞ്ഞിരുന്നു. എന്താ? അവളോട് സംസാരിക്കുവാനായി ഒരു കാരണം തിരഞ്ഞു നടന്നവന് ദേവികയുടെ വരവ് ഒരു ഉത്സവം തന്നെയായിരുന്നു. ആദ്യം ഇന്ന് ഓഫീസിൽ പോണില്ലേ? കയ്യിലിരുന്ന അലക്കി ഉണങ്ങിയ മടക്കിയ തുണികൾ അലമാര തുറന്ന് അതിലേക്ക് വെച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. ഇല്ലാലോ. അവൻ അപ്പോഴേക്കും ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നിരുന്നു. അതെന്തേ? അലമാരയ്ക്കുള്ളിൽ പെറ്റുകിടക്കുന്നത് പോലെയായിരുന്നു ദേവികയുടെ അടുക്കിപ്പെറുക്കൽ. നാളെ തൊട്ട് എൻ്റെ കൊച്ചു സ്കൂളിൽ പോണ ദിവസമല്ലേ. അവിടെ കൂടെ ഇരിക്കാൻ ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ എനിക്ക്. പറഞ്ഞിട്ട് അവളുടെ മാറുന്ന മുഖഭാവം കാണുവാനുള്ള വ്യഗ്രതയിൽ ആദ്യം നിന്നു. മോളും മാത്രമല്ല സ്കൂളിൽ പോണത്, ഈ ഞാനും പോകുന്നില്ലേ? മോളുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമുള്ളയാൾ എൻ്റെ കൂടെ ഇരിക്കണ്ടേ എന്നൊക്കെയുള്ള പരിഭവങ്ങൾ അവളിൽ നിന്ന് ഉടനെ ഉണ്ടാവും എന്ന് കരുതിയിരുന്ന ആദ്യം പോലെ അമ്പരിപ്പിച്ച കാര്യമായിരുന്നു പിന്നീട് നടന്നത്. അലമാര അടച്ചിട്ട് തിരിഞ്ഞ ദേവികയുടെ മുഖത്ത് തീർത്തും നിർവികാരതയായിരുന്നു മഹർഷിക്ക് കാണുവാനായി കഴിഞ്ഞത്. അത് കണ്ടതും ഇത്തവണ ചെക്കൻ്റെ മുഖമാണ് പരിഭവത്താൽ കുത്തി വീർത്തത്. ഞാനെങ്കിൽ അഭിയേട്ടനോട് പറയട്ടെ ആദ്യേട്ടൻ ഇന്ന് ചെല്ലുന്നില്ലെന്നുള്ള കാര്യം? മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങിയവൾ ഉടൻ തന്നെ തിരിഞ്ഞു വന്നുകൊണ്ട് ചോദിച്ചു. അവൾ പോകുന്ന നിരാശയിൽ ബെഡിലേക്കിരുന്നവൻ ഒന്ന് മൂളി സമ്മതിച്ചു. ദേവിക സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് നേരെ വാതിലിന് നേർക്ക് കാലുകൾ നീക്കി. എനിക്കൊരു കോഫി കൊണ്ടുവന്ന് തരുമോ? വല്ലാത്ത തലവേദന. പെണ്ണോട് മിണ്ടി മതിയാഞ്ഞിട്ടാവണം ആദ്യ പുറത്തെ മഴയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടത്. അയ്യോ, ഒട്ടും വയ്യേ. അതാണോ ഇത്ര നേരം ഓഫീസിൽ പോകുന്നില്ലെന്നും പറഞ്ഞ് കിടന്നത്? ടാബ്ലറ്റ് വല്ലതും വേണോ? ബാമിട്ട് തരട്ടെ? വാതിൽക്കൽ നിന്നും തിരിഞ്ഞ് ആദിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നവളുടെ വായിൽ നിന്നും 100 ചോദ്യങ്ങളായിരുന്നു ഒരുപോലെ പുറത്തേക്ക് വന്നത്. അത്രയും നേരം അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച ദേവികയുടെ പഴയ ഭാവം തിരിച്ചു വന്നതും ആദിയുടെ ചുണ്ടുകളിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. മനസ്സിലുള്ള പരിഭവവും മാഞ്ഞു പോയിരുന്നു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു കോഫി കിട്ടിയാൽ മതി. അവൻ ആ പെണ്ണിൻ്റെ ആദി പിടിച്ച മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടി. ഇപ്പം കൊണ്ടുതരാം ആദിയേട്ടാ. നിമിഷ നേരം കൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഓടി ദേവിക. ദൈവമേ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ മിണ്ടിക്കാൻ പെടുന്ന പാട്. എൻ്റേത് കള്ളത്തലവേദനയാണെന്നറിഞ്ഞാൽ ഇവൾ തന്നെ എൻ്റെ തല വെട്ടിപ്പൊളിക്കും. മഹർഷി ഒരു കള്ളച്ചിരിയോടെ മെല്ലെ മുറിയോട് ചേർന്നുള്ള പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്, തുള്ളിക്കൊരുകുട എന്ന കണക്കിൽ. മഴമഞ്ഞ് കാരണം ഗേറ്റിനപ്പുറത്തെ റോഡ് പോലും ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ വീശുന്ന തണുത്ത കാറ്റും. ബാൽക്കണിയുടെ സ്റ്റീൽ റെയിലിംഗ് പിടിച്ചു നിന്നതും അവനൊന്ന് കുളിർന്നുപോയി. പുറത്ത് ഗേറ്റിങ്ങിലുള്ള ചെടികൾ കണ്ടതും തണ്ടതിഞ്ഞതുപോലെ മണ്ണിലേക്ക് വീണാണ് കിടപ്പ്. മുറ്റത്ത് പാകിയ ഉരുളൻ കല്ലുകൾ മുഴുവനും മൂടത്തക്ക വിധത്തിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. വല്ലാത്ത മഴ തന്നെ. ഇന്ന് വെളുപ്പിനെ തൊട്ട് തുടങ്ങിയതാ. 10-11 മണിയായിട്ട് ഇതുവരെ തോർന്നിട്ടില്ല. ആദ്യേട്ടാ. ദേവികയുടെ മുറിയിൽ നിന്നും കേട്ടപ്പോഴാണ് പുറത്തെ കാഴ്ചകളിൽ നിന്നും ചെക്കൻ്റെ ശ്രദ്ധ അവളിലേക്ക് ആയത്. ഇവിടെ വന്ന് നിൽക്കുവാണോ? കയ്യിലിരുന്ന ആവി പറക്കുന്ന കോഫി മഗ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടാണ് ദേവിക ചോദിച്ചത്. വെറുതെ. മഗ് കയ്യിലേക്ക് വാങ്ങി
അതിൻ്റെ വക്ക് ചുണ്ടുകൾക്കിടയിലേക്ക് പിടിച്ചു വെച്ചവൻ. എന്നിട്ട് മെല്ലെ അത് ആസ്വദിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇർക്ക് കുടിച്ചു. എന്തിനാ ഈ തണുപ്പത്ത് വന്ന് നിൽക്കുന്നേ? തലവേദന കൂടില്ലേ? ദേവികയുടെ മുഖത്ത് അവനെക്കുറിച്ച് ഓർത്തുള്ള വെപ്രാളം പ്രകടമായിരുന്നു. വെറുതെ. അതിന് മഹർഷി അത് തന്നെയാണ് ഉത്തരമായിട്ട് പറഞ്ഞത്, അതും കയ്യിലിരിക്കുന്ന കോഫി ആസ്വദിച്ചു കുടിച്ചുകൊണ്ട്. മഹർഷി പതിയെ തിരിഞ്ഞ് മുറ്റത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ നീട്ടിയതും ദേവികയും മെല്ലെ അവൻ്റെ അരികിലായി സ്റ്റീൽ റെയിലിംഗ് പിടിച്ചുകൊണ്ട് ചെന്നിരുന്നിരുന്നു. തണുക്കുന്നുണ്ടോ നിനക്ക്? ചുരിദാറിൻ്റെ ഷാള് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈകൾ മൂടുന്നവളെ നോക്കി ആദ്യ ചിരിയോടെ തിരക്കി. പെണ്ണവൾ ആദ്യം നിഷേധിച്ചു. സത്യം പറഞ്ഞോ, നിനക്കിപ്പോൾ തണുക്കുന്നില്ലേ? അവൻ ഒരാവർത്തി കൂടെ ചോദിച്ചു. ചെറുതായിട്ട്. ഇത്തവണ പെണ്ണിൻ്റെ മുഖത്ത് ചെറിയൊരു ചമ്മൽ പ്രകടമായി. എന്നാ ഇത് കുടിച്ചോ. പകുതി കുടിച്ച കോഫി അവൻ അവൾക്കായി നീട്ടി. വേണ്ട, ആദ്യമായിട്ടും കുടിച്ചോ. അപ്പോഴും മഹർഷിയുടെ തലവേദനയെക്കുറിച്ചായിരുന്നു പെണ്ണിൻ്റെ ചിന്ത മുഴുവൻ. കുടിക്കടോ, എനിക്ക് മതിയായിട്ടാ. ചെക്കൻ കോഫി മഗ് പിൻവലിച്ചില്ല. മഹർഷി വീണ്ടും വീണ്ടും നിർബന്ധിച്ചതും ദേവിയേക്ക് അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങേണ്ടി വന്നു. ഇതിനിടയിൽ എപ്പോഴോ അവൻ്റെ വിരൽ സ്പർശം സ്വന്തം കയ്യിൽ ഏൽക്കേണ്ടതായിട്ടും വന്നു. മഴയുടെ കുളിരിൽ വിറച്ചു നിന്നവൾക്ക് അവൻ്റെ വിരൽത്തുമ്പിലെ ചൂട് പെട്ടെന്ന് തന്നെ തൊട്ടറിയാൻ കഴിഞ്ഞു. ആ ചൂട് ദേഹമാകെ പടരുന്നത് പോലെ അറിയുവാനും കഴിഞ്ഞു. കുടിക്കേണ്ട ടീച്ചറേ. മഗ്ഗും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളുടെ അരികിൽ അവനൊന്നും കൂടി നീങ്ങി നിന്നു. എന്നിട്ട് ആ പെണ്ണിനെ പിന്നിലൂടെ ചെന്ന് വയറിന് മുകളിലൂടെ കൈയിട്ട് പതുക്കെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവളിലെ വിറയലുകൾ ചെക്കന് തൊട്ടറിയാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യ പെണ്ണിനെ വിട്ടില്ല. അങ്ങനെ തന്നെ മുറുക്ക പിടിച്ചുകൊണ്ട് അവളുടെ വലത്തെ തോളിലേക്ക് മഹർഷി അവൻ്റെ താടി കുത്തി നിർത്തി. എന്തിനാ എന്നോട് ഇത്രയും നേരം ശരിക്കും മിണ്ടാൻ നടന്നേ? അവൻ്റെ ചൂട് നിശ്വാസം ദേവികയുടെ ചെവിയോരം പതിഞ്ഞു. അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നും എനിക്ക് കിട്ടണം കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.